എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ദേവേന ഇരിക്കുകയാണ്. എന്തായി എന്നൊന്നും അറിയത്തില്ല. കോടതിയില് ഒരു പക്ഷെങ്കില് നന്ദുവിനെ ജാമ്യത്തിൽ വിട്ടോ അതോ ഇനിയിപ്പം അവള് ജയിലിലേക്ക് പോയതൊന്നും അറിയില്ല. അപ്പോഴേക്ക് ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് അല്ല എടുത്തി എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയണം. ഇതേ ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ളൊരു ദിവസമായിട്ടെത്തിന്ന് പറയണം. അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ, ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ ചീട്ട് കീറുമെന്ന് പറയണം. മിക്കവാറും ഇപ്പം കോടതിയിൽ നിന്ന് അവളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ഇന്ന് അവൾക്ക് ജാമ്യം കിട്ടാനൊന്നും പോകുന്നില്ല. എന്റെ എന്റെ അനാമിക മോളെ കുറെ കണ്ണീര് കുടിപ്പിച്ചവൾ അവളെ അങ്ങനെ വെറുതെ വിടില്ല. കോടതി പോലും വെറുതെ വിടത്തില്ല. എന്റെ കണ്ണീരിന്റെ ബലമാ ദൈവം അവൾക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ ഇതൊക്കെ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, അതിന് മാത്രം നീ അവളെ പഴിക്കേണ്ട കാര്യമുണ്ടോ ജാനകി? അവൾ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്യാത്തൊരു പെൺകുട്ടി ഒരു കാരണവശാലും അങ്ങനെ ജയിലിലേക്കോ അല്ലെങ്കിൽ അവളുടെ ഭാവി കളയാനോ പാടില്ലെന്ന് പറയാണ്. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും. അവളെ കുറിച്ച് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അത് പിന്നെ ജാനകി, അവൾക്ക് SI സെലക്ഷൻ കിട്ടിയതല്ലേ. അപ്പൊ അവള് SI ആവാൻ പോകുന്ന സമയത്ത് ഇത് മനഃപൂർവ്വം ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത ആണെങ്കിലോ പിന്നെ ആര് ക്രിയേറ്റ് ചെയ്യാനായിട്ട്? അവൾ കല്ലേലും ഇച്ചിരി തണ്ടും തടിയും കൂടുതലാ. അത് വെച്ച് പാവം എന്റെ അനാമിക മോളെ അവള് ഒതുക്കി നിർത്തിയേക്കുമായിരുന്നു. അവൾക്കുള്ള ശിക്ഷ ദൈവമായിട്ട് കൊടുത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാചകസർത്ത് നടത്തുവാണ് ജാനകി. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ ദേവയാനിക്ക് ടെൻഷൻ കൂടി. ദൈവമേ, ഇനിയിപ്പൊ എങ്ങാനും ജാമ്യം കിട്ടാതെ വരുവോ? താൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവാ, അവളുടെ സ്വപ്നങ്ങളൊക്കെ പൊലിയോ എന്നൊരു ചിന്ത ദേവയാനിയുടെ മനസ്സിലേക്കുണ്ട്. അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. പിന്നീട് ദേവേനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് നേരെ മാറർ വക്കീലിനെ വിളിക്കുവാണ്. എന്താ എങ്ങനെയൊന്നും അറിയത്തില്ലോ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് വക്കീൽ ആ കാര്യങ്ങൾ പറയണേ. അതെ, കേസില് പുഷ്പം പോലെ നന്ദന ഊരിപ്പോന്ന് പറയണം. ഇത് കേട്ടോ സത്യമാണോ വക്കീലെന്ന് ചോദിക്കുക. സത്യമോ പറഞ്ഞേന്ന് പറയണം. ശരി, എനിക്ക് വക്കീലിനെ ഒന്ന് കാണണമെന്ന് പറയണം. അതെ, എവിടെയാന്ന് ദേവേനി പറഞ്ഞാൽ മതി എന്ന് പറയണം. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി കോള് കട്ട് ചെയ്യണം. ഈ സമയം നായന ഭയങ്കര സന്തോഷത്തിലാണ്. ആദർശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ആദർശനെ വിളിച്ചു കഴിഞ്ഞപ്പോ ആദർശ് ചോദിച്ചു, എന്തായി നയനെ കാര്യങ്ങളൊക്കെ? നന്ദുവിന്റെ കാര്യത്തില് എന്തായെന്ന് ചോദിക്കാം. അതെ, പേടിക്കൊന്നും വേണ്ട ആദർശേട്ടാ, നന്ദു ഇറങ്ങിയെന്ന് പറയണ. ഇറങ്ങിയോ? ആദർശിനൊരു അത്ഭുതമായിരുന്നു. പിന്നീട് പറഞ്ഞു, ഇറങ്ങിയ ആദർശേട്ടാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾക്ക് വേണ്ടി വാദിച്ച അവള് തന്നെയാന്ന് പറയണ കോടതിയില്. നന്ദു വാദിക്കാനോ? നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കും. അതെ ആദർശേട്ടാ, അവൾക്ക് വേണ്ടിയിട്ട് അവള് തന്നെയാ വാദിച്ച്. അവള് വാദിക്കാൻ മാത്രല്ല, ആ പെർഫോമൻസ് ഒന്ന് കാണണ്ടായിരുന്നു. ആദർശേട്ടനും കൂടെ അങ്ങോട്ട് വരേണ്ടതായിരുന്നു പറയാണ്. ആദർശ് പറഞ്ഞു, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത 1-2 മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന് പറയണം. അതെ, പക്ഷേങ്കില് ആദർശൻ ഉണ്ടായിരുന്നെങ്കിൽ ആദർശൻ എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചാണ്. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു. കോടതിയില് ബാക്കി വക്കീലന്മാരൊക്കെ അവള് വാദിക്കുന്നവിടെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം ആദ്യമായിട്ട് അത് നിയമം പഠിക്കാത്തൊരു പെൺകുട്ടി വാദിക്കുന്നതെന്ന് പറയത്തേയില്ല. അതുപോലെയായിരുന്നു പെർഫോമൻസ്. പക്ഷേങ്കിൽ അവൾക്ക് നിയമോപദേശം കൊടുക്കാനായിട്ട് വന്നേ ഒരു മാരാർ വക്കീലാന്ന് പറയണം. മാരാർ വക്കീലോ? അതെ, അവളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ച മാരാർ വക്കീലാന്ന് പറയണം. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അല്ല വക്കീലിനെ ആരാ ഏർപ്പാടാക്കിയത്? അങ്ങനെ വല്ല അറിയാന്ന് ചോദിക്കും. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. വക്കീൽ ഫീസും കാര്യങ്ങളൊന്നും മേടിച്ചില്ല എന്ന് പറയണം. ഇത് കേട്ടതും ആദർശം, ഇനി എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഫീസൊക്കെ വേണേ പിന്നെ കൊണ്ടേ കൊടുക്കാം. നന്ദു രക്ഷപ്പെട്ടല്ലോ, ഇനി കുഴപ്പമൊന്നുമില്ലോ. ഇനിയിപ്പം അവൾക്ക് അടുത്ത ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനായിട്ട് സാധിക്കില്ലോ എന്ന് പറയാം. അത് ശരിയാ, ആ ഒരു സന്തോഷത്തിൽ അവളെന്ന് പറയാം. അനാമയ്ക്കോ അവളുടെ വീട്ടുകാർക്കും ഇതൊരു അടിയായിരിക്കും. അത് മാത്രമല്ല, അനാമയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ, ആ വേണു. അയാള് വന്ന എന്തിനാ അറിയാവോ ആദർശേണ്ണ? നന്ദുവിനെ കയ്യാമം വെച്ച് ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാനായിട്ട്. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അത് കൊള്ളാം. എന്നിട്ട് അയാൾ വാദം തീരുന്നോളം വരെ അവിടെ ഇരുന്നോന്നോ? ഇറങ്ങി കഴിഞ്ഞപ്പോ നന്ദുവിന്റെ വക നന്ദു നല്ലൊരു പാട്ടും കൂടെ നടത്തിയിട്ട് അയാളെ പറഞ്ഞു വിട്ടേന്ന് പറയാം. അത് നന്നായി, ഞാനും കൂടെ അവിടെ വേണ്ടതായിരുന്നു. അയാളിപ്പോഴൊരു ദുഷ്ടൻ എന്നുള്ള അവർക്ക് നല്ല തിരിച്ചടി തന്നെ അല്ലേ നയനെ കിട്ടിയിരിക്കുന്നത്. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ഇനി കൊടുക്കാൻ പോകുന്നുള്ളൂ. നന്ദുവിന്റെ സ്വഭാവം അറിയാലോ ആദർശാണ്. അവള് വെറുതെ ഇരിക്കുന്ന ആദർശാണ് തോന്നുന്നുണ്ടോ? ഇതിന് തിരിച്ചടി എന്നല്ല 8ന്റെ പണി തന്നെ അവള് കൊടുത്തിരിക്കുമെന്ന് പറയാണ്. ആദർശ് പറഞ്ഞു, തൽക്കാലത്തേക്ക് അവളോട് ഒന്നിനും പോകണ്ടെന്ന് പറ. കാരണം ഇനിയിപ്പൊ ട്രെയിനിങ്ങിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അതൊക്കെ പോക്കിന് മുടങ്ങിയാലോ. അതുകൊണ്ട് ട്രെയിനിങ് ക്യാമ്പ് കഴിയുന്നോടം വരെ ഒരു പ്രശ്നത്തിലും പോയി ഇടപെടണ്ടെന്ന് പറ എന്നൊക്കെ പറയണം. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നാനെ കോള് കട്ട് ചെയ്യണം. ഈ സമയം നന്ദു മുറിയിലേക്ക് ചെന്നു. പിന്നീട് അനിയെ ഫോൺ ചെയ്യണം. അനിയെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. എനിക്ക് അപ്പോഴാണ് ശരിക്കും സമാധാനം വന്നേ. പിന്നീട് ചോദിച്ചു, അല്ല നന്ദു വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം.
എനിക്കാണ് ആകെപ്പാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അനാമിക അവളുടെ വീട്ടുകാരും കൂടെ ചെയ്ത് ചതിയാന്ന് തോന്നിയത്. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, അത് തന്നെയാ കാരണം. അല്ലെങ്കിൽ അനാമികയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വരത്തില്ലോ, അയാളോടെ വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? പിന്നെ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞാ വിട്ടിരിക്കുന്നേ. ഇനി അച്ഛനും മോളും കൂടെ അവിടെ കയറി ഇരിക്കട്ടെ. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അവളിങ്ങോട്ട് വരൂലോ, എന്നെ വെല്ലു വിളിച്ച അവൾക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ അനി പറഞ്ഞിട്ട് കോള് കട്ടിയാണ്. ആ സമയം വേണുവിനെ വിളിച്ചിട്ട് കെട്ടാഞ്ഞിട്ട് ആകപ്പാടെ അക്ഷമയോട് കാത്തിരിക്കുകയാണ് അനാമികയും രേവതിയും കൂടെ. അപ്പത്തേനുമാണ് വേണു അങ്ങോട്ടേക്ക് വരുന്നത്. വേണു വന്നത് അനാമിക ഓടിച്ചെന്നു. എന്താ അയച്ച കാര്യങ്ങള്? അവളെ കയ്യാമ്പം വെച്ച് കൊണ്ടുപോയോ? അപ്പൊ വല്ല വീഡിയോസും വല്ല എടുത്തോ അച്ഛനാ? ഞങ്ങളെ കാണിക്കാനായിട്ട് വല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ എല്ലാവരും ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേണുവിന്റെ മുഖം അങ്ങോട്ട് മാറി. എന്താ അച്ഛാ കാര്യം എന്താന്ന് പറ. വേണു പറഞ്ഞു, അത് പിന്നെ മോളെ, അവൾക്ക് ജാമ്യം കിട്ടി, അവളെ വിട്ടയച്ചെന്ന് പറയണേ. ജാമ്യം കിട്ടി വിട്ടയച്ചെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയണേ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്നോ പറയണം. അത് പിന്നെ അതല്ല മോളെ, ആ വന്നവരുണ്ടല്ലോ 2-3 കേസിൽ പ്രതികളായിരുന്നു. ഇതൊന്നും നമുക്കറിയില്ലായിരുന്നല്ലോ. എന്ത് ചെയ്യാനാന്ന് പറ. ആ നന്ദു എന്ന് പറയുന്നവള് അതെല്ലാം വാദിച്ചു. അവളാ കോടതി വാദിച്ചെന്ന് പറയണ്. അവള് കോടതി വാദിക്കാനോ? എന്നിട്ടോ അവള് കോടതി വാദിച്ച് ജയിച്ചു. കോടതിക്ക് മനസ്സിലായി ഇത് കള്ളക്കേസാന്നുള്ള കാര്യം. എന്നിട്ട് നമ്മളെങ്ങാനും വന്നോ അതിന്റെ പിന്നിൽ അവള് തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവർക്ക് സംശയമുണ്ട്. അത് അവളും അവളുടെ ആ ചേച്ചി നയനയുണ്ടല്ലോ അവളും പറയുകയും ചെയ്യുമെന്ന് പറയണം. ദൈവമേ, പണി പാളിയോന്ന് ചോദിക്കണം. മോള് പേടിക്കൊന്നും വേണ്ട. അല്ല, ഇനിയിപ്പോ അവളുടെ ക്യാമ്പിൽ പോക്ക് മുടങ്ങിയില്ലേന്ന് രേവതി ചോദിക്കുക. പോക്ക് മുടങ്ങി, പക്ഷെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ അവൾക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്നുള്ളൂ. അടുത്ത ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കാന്ന് പറയണം. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാ നമ്മള്? ഇത് കേട്ടപ്പം വേണു പറഞ്ഞു, അതിന് സമയമുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ ഇതുപോലെയല്ല അവള് ശരിക്കും പൂട്ടണമെന്ന് പറയണം. രേവതി പറഞ്ഞു, ദേ നിങ്ങൾ എന്ത് കാണിച്ചിട്ട് ശരിയാവുന്നില്ല മനുഷ്യ. എന്നിട്ട് ഇപ്പൊ അവളല്ലേ ഇവിടെ ജയിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് പിന്നെ ഈ തവണ ഒരു അബദ്ധം പറ്റിയെന്ന് ഓർത്തോണ്ട് അടുത്ത തവണ അത് പറ്റില്ല. മോള് ധൈര്യമായിട്ട് വെക്കോ, അവള് ജയിലിലേക്ക് തന്നെ പോകും. ആ കാഴ്ച മോൾക്ക് കാണാന്ന് പറയണം. അനാമി പറഞ്ഞു, അച്ഛാ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, എത്ര രൂപ വേണേലും ചെലവാക്കിയാലും കുഴപ്പമില്ല. അവള് ഇന്നത്തെ പോലെ ആയിരിക്കരുത്. ശരിക്കും ജയിലിലേക്ക് പോവുക തന്നെ ചെയ്യണം. അവൾക്ക് ഒരു കാരണവശാലും അവൾക്ക് പുറത്തിറങ്ങാനായിട്ട് ഒരു പഴുതും കാണല്ലെന്ന് പറയണം. വേണു പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റുമോളെ. ഇന്ന് പക്ഷെ എല്ലാം ഓക്കെ ആയതായിരുന്നു. പക്ഷെങ്കിൽ അവരാ ഇതിനു മുമ്പ് കേസിലൊക്കെ പെട്ട് ജയിലിൽ കിടന്നോണ്ടാ. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് നന്ദു എന്ന് പറയുന്നവള് ജയിലിലേക്ക് പോയെന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, ഇനിയിപ്പം അവൾമാരുടെ വക ഷോ കാണും വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പം അത് ഓർക്കാൻ പറ്റില്ല. മിക്കവാറും വന്നു കഴിയുമ്പത്തേനും എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോ വേണു പറഞ്ഞു, നീ തൽക്കാലത്തേക്ക് തട്ടി മുട്ടി നിന്നാ മതി മോളേന്ന് പറയണം. പിന്നീട് അനാമിക അനന്തപുരിയിലേക്ക് പോവാണ്. ഈ സമയത്ത് ദേവേനി എന്ത് ചെയ്യുവാണ്, വക്കീലിനെ കാണാനായിട്ട് വരുവാണ്. അപ്പം മാരർ വക്കീലിനെ കാണാൻ നന്ദി വാക്ക് പറയണം. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ദേവേനി വരുവാണ്. അങ്ങനെ ദേവേനി വന്ന് വക്കീലുമായിട്ട് സംസാരിക്കുവാണ്. സംസാരിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഒത്തിരി നന്ദിയുണ്ട്. ഒരു പക്ഷേങ്കില് ഇത്ര പെട്ടെന്ന് അവൾ ഈ കേസിൽ നിന്ന് ഊരിപ്പോരുന്ന് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറയും. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, അവള് മിടിക്കാന്ന് പറയണം. മിടിക്കെന്ന് പറഞ്ഞാൽ പോരാ, മിടിക്കാന്ന് പറയണം. അതെന്താ അങ്കിളെ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഉണ്ടല്ലോ, അവളാ വാദിച്ച്. ഞാൻ പോലും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ അവളുടെ വാദം കേട്ട് കഴിഞ്ഞപ്പത്തിന് കോടതിക്ക് പോലും അത്ഭുതമായിരുന്നു പറയണം. ആദ്യമായിട്ട് വാദിക്കാൻ കിടന്ന ഒരു പെൺകുട്ടിയെ പോലെ ആയിരുന്നില്ല. അവള് ബോൾഡാണ്. അവള് തെറ്റ് ചെയ്തിട്ടില്ലാത്തോണ്ട് അവള് നല്ല ഉറച്ച വിശ്വാസത്തോടെ കയറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തെന്ന് പറയാം. തെറ്റ് ചെയ്ത ഒരാൾക്ക് അത്ര ഉയർന്ന ശിരസോട് കൂടിയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. പിന്നീട് ദേവേനി പറഞ്ഞു, അതെനിക്കറിയാം അവള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നിയമം കയ്യിലെടുക്കേണ്ടവളാ അവള്. അവളങ്ങനെ തെറ്റിലേക്കൊന്നും പോയില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല അവള്. അവള് മിടുമിടിക്കാന്ന് പറയണം. അതുകൊണ്ടാണല്ലോ അവളിന്ന് രക്ഷപ്പെട്ടു പോന്നേ. അവള് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ എസ് ഐ ആവണം. ഈ ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റില്ല എന്ന് ചോദിക്കണം. അതെ, അടുത്ത ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റുമെന്ന് പറയണം. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി അവള് എസ് ഐ ആവൂന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് സന്തോഷമായി. ദേവേനി പറഞ്ഞു, ഈ നന്ദിയും കടപ്പാടും എത്രയാന്ന് വെച്ചാൽ മറക്കില്ല. അതെ, അങ്കിളിന്റെ ഫീസ് എത്രയാന്ന് പറഞ്ഞാൽ മതി, എത്ര വെള്ളം തരാന്ന് പറയാം. ഇത് കേട്ടതും മരവക്കീലോ, ഞാൻ എന്താ ദേവേനി, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണെന്ന് നിൽക്കും. അല്ല അങ്കിളെ, അത് പിന്നെ ഞാൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഞാൻ ശരിക്കും വാദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അവള് തന്നെയാ വാദിച്ചത്. അതുകൊണ്ട് വക്കീൽ ഫീസിന്റെ ആവശ്യമില്ലെന്ന് പറയണം. അല്ല അത് പിന്നെ അങ്കിളെ വേണ്ട, കൂടുതലൊന്നും പറയൊന്നും വേണ്ടാന്ന് പറയണം. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വീട്ടിലേക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ നയന അയാളോട് പാസ് ചെയ്ത് പോകുമ്പോൾ ആ കാഴ്ച കണ്ടു. മാരാർ വക്കീലും
തന്റെ അമ്മായിമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം നയന തല വെളിയിലേക്ക് ഇട്ട് നോക്കി. അത് തന്നെ. അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. മാരാർ വക്കീലിനെ ആരാ ഇറക്കിയെന്ന് ചോദിച്ചിട്ട് വക്കീൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേങ്കില് അമ്മയുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. അതിനർത്ഥം ഇനി അമ്മയാണോ വക്കീലിനെ ഏർപ്പാടാക്കിയത് നന്ദുവിനെ രക്ഷിക്കാനായിട്ട്. ഇതിനു മുമ്പ് ആ ജ്വല്ലറി വെച്ചുണ്ടായ സംഭവത്തില് തന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. അത് അന്ന് അമ്മയുടെ ഫോണിൽ നിന്നായിരുന്നു മെസ്സേജ് വന്നേ. ഒരു കാര്യം ഉറപ്പായി എനിക്ക്, തന്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ദേവേനെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ദേവേനി കാരണമാണ് ഇപ്പൊ തന്നെ നന്ദു പുറത്തിറങ്ങിയിരിക്കുന്നത്. മാരാർ വക്കീൽ വന്നില്ലായിരുന്നെങ്കിൽ നന്ദുവിന് കയറി ബാധിക്കാൻ പറ്റില്ലായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തു വിട്ട വക്കീലാണ്. അങ്ങനെയാണെങ്കിൽ തന്നോടും തന്റെ കുടുംബത്തോടും ഇപ്പൊ ദേവേനിക്ക് പഴയതുപോലെയല്ല. തന്റെ അമ്മായിമ്മ തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്ന സത്യം അങ്ങനെ നയനെ തിരിച്ചറിയുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് രാവിലെ വരാട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരിൽ. ആ ചാനലിനകത്താണ് നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ ചാനൽ കാണാൻ താല്പര്യമുള്ളവര്, ആ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലിൽ നിന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.